ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. പുതിയ മോഡൽ വാഹനങ്ങൾ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. വരുന്ന ഹെഡ്ലൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും LED ഹെഡ്ലൈറ്റാണ്. എന്നാൽ എന്തുകൊണ്ടാണ് ശരിക്കും ഇതിനകത്ത് LED ഹെഡ്ലൈറ്റ് കൊടുക്കുന്നത്? എത്ര പേര് ചിന്തിച്ചിട്ടുണ്ട്? പുതിയ മോഡൽ, അതായത് ടോപ്പ് വേരിയൻസിലൊക്കെ വരുന്നു, ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ബേസ് മോഡലൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ നോർമൽ ടൈപ്പ് അല്ലെങ്കിൽ കൺവെൻഷണൽ ടൈപ്പ് ഹാലജൻ ബൾബ് തന്നെയാണ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ സ്ഥാനത്ത് ഒരു LED കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ LED മോഡൽസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ എന്താണ് അതിൻ്റെ ഗുണം? അല്ലെങ്കിൽ LED ആക്കുന്നതുകൊണ്ട് നമ്മുടെ വാഹനത്തിന് എന്തെങ്കിലും ഗുണമുണ്ടോ? മൈലേജ് കൂടുതൽ കിട്ടും? ഇങ്ങനെയൊക്കെ ഒരുപാട് സംശയങ്ങൾ പലർക്കും ഉള്ളൂ. ഇപ്പോൾ ഞാൻ എൻ്റെ വാഹനത്തിലാണെങ്കിൽ തന്നെ ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇട്ടിരിക്കുന്ന LED ആണ്. നേരത്തെ ഇരുന്നത് പ്രൊജക്ടർ ടൈപ്പ് LED ആയിരുന്നു, അത് ഞാൻ മാറ്റി. അതിന് മുമ്പ് HID ആയിരുന്നു. അത് എല്ലാവർക്കും അറിയാം, കാരണം ഞാൻ അതിൻ്റെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി ഈ പുതിയ മോഡൽ ചെയ്തത് കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്കും കൂടെ ഈ വീഡിയോയുടെ ഏറ്റവും അവസാനം ഞാനൊന്ന് പിൻ ചെയ്തിട്ടേക്കാം, ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ഏതായാലും മെയിനായിട്ടുള്ള അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ LED ഇടുന്നതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MJ Expo. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് പോയിന്റ്, അതായത് നമ്മുടെ LED ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസിബിലിറ്റി തന്നെയാണ്. അതായത് നമ്മുടെ നോർമൽ ഒരു ഹാലജൻ ബൾബ് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വഴി കാണാൻ പറ്റുന്നതിൻ്റെ പ്രകാശം അതിൻ്റെ ഒരു 2 ഇരട്ടിയോളം അല്ലെങ്കിൽ അതിൻ്റെ 1 ഇരട്ടിയും കൂടെ കൂടുതൽ നമുക്ക് ഉറപ്പായിട്ടും ഒരു LED ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ കുറച്ച് പേരെങ്കിലും ചോദിക്കുമായിരിക്കും, അങ്ങനെയാണെങ്കിൽ ഓപ്പോസിറ്റ് വരുന്ന ആളുടെ കണ്ണിലടിക്കത്തില്ല, അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ ചോദിക്കുമായിരിക്കും. പക്ഷേ അതിനകത്ത് എനിക്ക് പറയാനുള്ളൊരു മറുപടി എന്ന് പറഞ്ഞാൽ, അതിപ്പോൾ ഒരു ഹാലജൻ ബൾബ് ഇട്ടുകൊണ്ട് വന്ന് ഹൈ ബീം ഇട്ടാലും ഓപ്പോസിറ്റ് വരുന്ന ആളുടെ കണ്ണിലടിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോർമൽ LED ഇട്ടുകൊണ്ട് തന്നെ ലോ ബീമിൽ ഓടിക്കാൻ ശ്രമിക്കുക എന്നല്ല, ലോ ബീമിൽ തന്നെ ഓടിക്കുക. ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ, അതായത് ഒരു ഹൈ റേഞ്ച് കയറുമ്പോഴോ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് വാഹനമില്ല, നമുക്ക് വഴി വൃത്തിയായിട്ട് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോൾ മാത്രം ഹൈ ബീം യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വേറെ ബാക്കിയുള്ള, അതായത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ബാക്കി വാഹനം ഓടിക്കുന്ന ആൾക്കാർക്ക് നമ്മളെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്നതായിരിക്കത്തില്ല. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കുറച്ച് എനർജി മാത്രം അത് കൺസ്യൂം ചെയ്യത്തുള്ളൂ. അതായത് നമ്മുടെ വാഹനത്തിൽ സാധാരണ വരുന്നൊരു ഹാലജൻ ബൾബാണെന്നുണ്ടെങ്കിൽ 60-55 വാട്ട്സ് ആണ് ആ ഒരു ബൾബ് കൺസ്യൂം ചെയ്യുന്നത്. അതേ സ്ഥാനത്ത് ഒരു 25 വാട്ട്സിൻ്റെ ഒരു LED ബൾബ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം സിമിലർ ആയിട്ട് ഒരു 100 വാട്ട്സിൻ്റെ പ്രകാശം ഔട്ട്പുട്ട്, അതായത് പവർ ഔട്ട്പുട്ടാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് ലൂമിൻ വെട്ടം നമുക്ക് കൂടുതൽ കിട്ടുന്നതായിരിക്കും ഒരു 25 വാട്ട്സിൻ്റെ ബൾബിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ വാഹനത്തിൽ നിന്ന് ശരിക്കും പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതായത് കറണ്ട് ഉണ്ടാക്കുന്നുണ്ട്. ലോഡ് കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ എഞ്ചിനും ലോഡ് കൂടും. അപ്പോൾ അങ്ങനെ ലോഡ് കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് വാട്ട്സ് കുറഞ്ഞ ഹെഡ്ലൈറ്റ് ബൾബ് മേടിച്ചിടുമ്പോൾ നമ്മുടെ വാഹനത്തിൻ്റെ ഓൾട്ടർനേറ്ററിന് അത്രയും കൂടെ ലോഡ് കുറച്ച് മതി രാത്രിയൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത്. അതുകൊണ്ട് നമുക്ക് കൂടുതൽ ഫ്യൂൽ എഫിഷ്യൻസി അല്ലെങ്കിൽ ഒരു മൈലേജ് നമുക്കവിടെ ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ LED കൺവേർട്ട് ചെയ്യുന്നത് നല്ലതാണെന്ന് പറയുന്നതിൻ്റെ കാര്യം. അതുകൊണ്ട് തന്നെയാണ് കമ്പനീസ് പല വാഹനങ്ങളിലും പല ലൈറ്റുകളും മാറ്റി LED കൺവേർട്ട് ചെയ്യുന്നതിൻ്റെ പ്രധാന കാര്യം. കാരണം ഇപ്പോൾ നമുക്കറിയാം, ഒരു 90% വാഹനങ്ങളിലും LED ആണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ടെയിൽ ലാമ്പ് ആകട്ടെ, ഹെഡ്ലൈറ്റ് ആകട്ടെ, ഫോഗ് ലാമ്പ് ആകട്ടെ, എല്ലാം LED കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രധാന അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ഫ്യൂൽ എഫിഷ്യൻസി കിട്ടുക, അതായത് ഒരു വാഹനത്തിൻ്റെ ഫ്യൂൽ എഫിഷ്യൻസിയാണ് അതിനെ ഏറ്റവും കൂടുതൽ നയിക്കുന്നതിൻ്റെ പ്രധാന കാര്യം. അതായത് ഒരു സാധാരണ വ്യക്തി വാഹനം എടുക്കുമ്പോൾ ആദ്യം നോക്കുന്ന ആ വാഹനത്തിന് എന്ത് മൈലേജ് കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും ഈ ഒരു മൈലേജ് വളരെയധികം ബേസ് ചെയ്യുന്ന ഈ പറയുന്ന ലൈറ്റും കാര്യങ്ങളും, ഇലക്ട്രിക്കൽ കമ്പോണൻസ് ലോഡ് കൂടുതൽ എടുക്കുന്നതിനനുസരിച്ച് വാഹനത്തിൻ്റെ മൈലേജ് കുറയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഒരു LED ഇടുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ വാഹനത്തിന് കുറച്ചുകൂടെ മൈലേജ് കമ്പാരിറ്റീവ്ലി കിട്ടുന്നതായിരിക്കും. മൂന്നാമത്തെ പോയിന്റ്, നമ്മുടെ ഹെഡ്ലൈറ്റ്, അതായത് ഒരു ഹാലജൻ ഹെഡ്ലൈറ്റിനെ അപേക്ഷിച്ച് LED ഹെഡ്ലൈറ്റിന് ലൈഫ് കൂടുതൽ കിട്ടുന്നതായിരിക്കും. അതായത് നമുക്കറിയാം, നമ്മുടെ നോർമൽ ഹെഡ്ലൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് ശരിക്കും ഹീറ്റ് കൂടുതൽ ഉണ്ടാകുന്നുണ്ട്. അതായത് ഹാലജൻ ബൾബുകളൊക്കെ ഹീറ്റ് ഒരുപാട് ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ പകുതി ഹീറ്റേ നമ്മുടെ LED ബൾബുകൾക്ക് ഉണ്ടാകുന്നുള്ളൂ. അതുപോലെ തന്നെ ലൈഫിൻ്റെ കാര്യമാണെങ്കിൽ പോലും LED കുറേ കൂടെ ലാസ്റ്റ് ചെയ്യും നമ്മുടെ ഹാലജനൊക്കെ വെച്ച് കമ്പയർ ചെയ്യുകയാണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത് പൈസ കൊടുത്ത് ബൾബ് മാറുന്നതിന് കഴിഞ്ഞും സൗകര്യമായിരിക്കും നമുക്കൊരു LED മേടിച്ച് കഴിഞ്ഞാൽ. പിന്നെ ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ നോർമൽ ഹാലജൻ ബൾബ് കത്തി കുറേയൊക്കെ കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ വെട്ടം ഓട്ടോമാറ്റിക്കായിട്ട് മങ്ങിക്കൊണ്ടിരിക്കും. പക്ഷേ ബ്രാൻഡഡ് LEDസിന് ആ ഒരു പ്രശ്നം വരുന്നില്ല. അതുകൊണ്ട് കഴിവതും LED ഷിഫ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കുന്നതാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. അഞ്ചാമത്തെ പോയിന്റ്, LEDs നമുക്ക് കുറച്ചുകൂടെ കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും. കസ്റ്റമൈസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഇഷ്ടത്തിനുള്ള രീതിക്ക് അതിനെ മാറ്റാൻ സാധിക്കും. അതായത് അതിൻ്റെ കളേഴ്സ് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്യൂർ വൈറ്റ് എന്ന് പറയുമ്പോൾ 6000 കെൽവിൻ്റെയാണ് വരുന്നത്. എന്നാൽ അതേ സ്ഥാനത്ത് താഴോട്ടുള്ള കെൽവിൻ കുറയുന്നതിനനുസരിച്ച് വാം കളർ ആയിക്കൊണ്ടിരിക്കും. അത് കഴിഞ്ഞ് ഓറഞ്ച് ആകും. അതിനനുസരിച്ച്, അതായത് നമ്മൾ കെൽവിൻ കുറയ്ക്കുന്നതിനനുസരിച്ച്, കെൽവിൻ കൂട്ടുന്നതിനനുസരിച്ച് ബ്ലൂ ഷെയ്ഡ് കൂടിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെയാണ് നമുക്ക് 6000 എന്ന് പറയുമ്പോൾ പ്യൂർ വൈറ്റ് ലൈറ്റ്, എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യം അത് തന്നെയാണ്. പക്ഷേ 4500 കെൽവിൻ്റെ കിട്ടും. അതൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരുമാതിരി വാം വൈറ്റും കൂടെ കൂടി
ചേർന്ന് വരുന്നതാണ്. പലരും വിചാരിക്കുന്ന രീതി എന്ന് പറയുമ്പോൾ മഞ്ഞുള്ള സമയത്ത് മഴയുള്ള സമയത്തൊക്കെ ആ ഒരു ലൈറ്റാണ് ഏറ്റവും കൂടുതൽ പെനിട്രേറ്റ് ചെയ്ത് പോകും എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഞാൻ ആസ് ഇറ്റ് ഈസ് ഞാൻ പല വാഹനങ്ങളിൽ ഓടിച്ചിട്ടുണ്ടെങ്കിലും LED യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ പലപ്പോഴും ബ്രാൻഡഡ് LEDs ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യം മഴയുള്ള സമയത്താണെങ്കിലും മഞ്ഞുള്ള സമയത്താണെങ്കിലും വഴി നല്ല വൃത്തിയായിട്ട് തന്നെ കാണാൻ സാധിക്കും. എൻ്റെ ഒരു ഒപ്പീനിയൻ മാത്രമാണ് ഞാൻ ഈ പറയുന്നത്. അതായത് ഞാൻ നോർമൽ ടൈപ്പ്, അതായത് ക്വാളിറ്റി കുറഞ്ഞ LEDs യൂസ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഇതിനകത്തുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഇട്ടുകൊണ്ട് പോയ സമയത്ത് എനിക്ക് പലപ്പോഴും മഴയുള്ള സമയത്ത് ഒന്നും കാണാൻ പറ്റിയിട്ടില്ല. പക്ഷേ നല്ല LEDs ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും എനിക്ക് ഉറപ്പായിട്ടും മഴയുള്ള സമയത്താണെങ്കിലും മഞ്ഞുള്ള സമയത്താണെങ്കിലും നല്ല രീതിക്ക് വഴി കാണാൻ വേണ്ടി സാധിക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അത്ര സ്ട്രെസ് ചെയ്ത് പറയുന്നത്. കാരണം 6000 കെൽവിൻ ആണെങ്കിലും കാണാനുള്ള വൈറ്റ് ലൈറ്റ് ആണെങ്കിലും അടിപൊളിയായിട്ട് നമുക്ക് രാത്രി ഓടിക്കുന്ന സമയത്തോ മഴയുള്ള സമയത്തോ മഞ്ഞുള്ള സമയത്തോ ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ചില വാഹനങ്ങളിൽ അല്ലെങ്കിൽ ചില LED ബൾബുകളിൽ തന്നെ 2 ടൈപ്പ് വരുന്നുണ്ട്. വൈറ്റും വാമും വരുന്നുണ്ട്, അല്ലെങ്കിൽ വൈറ്റും ഓറഞ്ചും വരുന്ന ടൈപ്പ് അവൈലബിൾ ആണ്, വൈറ്റും യെല്ലോവും വരുന്ന ടൈപ്പ് അവൈലബിൾ ആണ്. അതായത് മഞ്ഞുള്ള സമയത്ത് ഇനി യെല്ലോ മാറ്റണമെന്നുണ്ടെങ്കിൽ സ്വിച്ച് ഒന്ന് ഓഫ് ചെയ്ത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ യെല്ലോയിലോട്ട് കൺവേർട്ട് ചെയ്യും. അങ്ങനത്തെ മോഡൽസ് അവൈലബിൾ ആണ്. അപ്പോൾ അതെല്ലാം LED ആണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് നമുക്കതിനെ സെറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഹാലജൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതിനകത്ത് ഒറ്റ കളർ, അതായത് ഫിലമെൻറ്റിൻ്റെ രീതിക്കുള്ളൊരു കളർ, പിന്നെ അല്ലെങ്കിൽ ഇതിൻ്റെ പുറത്ത് എന്തെങ്കിലും കോട്ടിങ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയൊരു കളർ ഷെയ്ഡിൻ്റെ വ്യത്യാസം അത് മാത്രം നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കത്തുള്ളൂ ഒരു ഹാലജൻ ബൾബാണെങ്കിൽ. പിന്നെ 6ാമത്തെ പോയിന്റ്, ഇപ്പം വരുന്ന പുതിയ മോഡൽ LEDസിലൊക്കെ അഡാപ്റ്റീവ് ടൈപ്പ് LED നമുക്ക് അവൈലബിൾ ആണ്. അതായത് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് നോർമൽ വെട്ടമൊക്കെ ആണെങ്കിൽ തന്നെ നമ്മുടെ ഇതിനകത്ത് നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ഡിം ചെയ്ത് കൊടുക്കുന്നൊരു ഓപ്ഷനും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ശരിക്കും നമ്മുടെ ഒരു LEDയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർക്ക് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര ഈ പറഞ്ഞ ബെനിഫിറ്റ്സ് നമുക്ക് മെയിനായിട്ട് കിട്ടും. അതിൽ മൈലേജ് എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. കാരണം കൂടുതൽ ഫ്യൂൽ എഫിഷ്യൻസി കിട്ടണം എന്ന് ആഗ്രഹിക്കാത്തതായിട്ടുള്ള വ്യക്തികൾ വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്കും കൂടി ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിലെന്തെങ്കിലും സംശയമോ കാര്യങ്ങളൊക്കെ ഉണ്ട് ജസ്റ്റ് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. LED കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഇതിൽ ഞാൻ ഏതെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്തിട്ടേക്കുക. അത് മാത്രമല്ല, നിങ്ങൾ യൂസ് ചെയ്യുന്നൊരു LED ആണോ HID ആണോ അതോ ഒരു ഹാലജൻ ബൾബ് തന്നെയാണോ എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റും കൂടെ ഇട്ടേക്കുക.